നമുക്കൊരു ലൈഫേ ഉള്ളൂ. നമ്മളെ ഹസ്ബൻഡിൻ്റെ കൂടെ നമുക്ക് സ്പെൻഡ് ചെയ്യണം ഹാപ്പി ആയിട്ട്. ഇപ്പം അയാളുടെ തെറ്റാണെങ്കിൽ പോലും അയാൾ ക്ഷമിക്കണം, അയാൾ ഈഗോ വിട്ട് സോറി പറയണം. അത് ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ. ചിന്തിച്ച് നമ്മൾ ദിവസങ്ങൾ കളയുമ്പോൾ നഷ്ടപ്പെടുക നമ്മളെ നല്ല മൊമെൻറ്റ്സ് എല്ലാം ആണ്. നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കേണ്ടതും നമ്മൾ സന്തോഷത്തോടെ സ്പെൻഡ് ചെയ്യേണ്ട ടൈമാണ് നഷ്ടപ്പെടുക. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ, ഒരു ഹസ്ബൻഡോ വൈഫോ ആരെങ്കിലും പുറത്തു പോയി നാളത്തെ ദിവസം അവരില്ലെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ പിണക്കമൊക്കെ നമ്മൾ നീട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വിളിക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തി ഇല്ലാത്തൊരവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കൂ. ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ നമ്മൾ ഈ ദേഷ്യവും സങ്കടമൊക്കെ വയ്ക്കുന്നത് എന്തിനാ? നമ്മളെ ഭാഗത്ത് അവരുടെ ഭാഗത്ത് തെറ്റാണെങ്കിൽ പോലും നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക. നമുക്ക് സന്തോഷമുള്ള ലൈഫാണ് വേണ്ടത്. രണ്ടുപേരും മാത്രമുള്ള സമയത്ത് മാക്സിമം എൻജോയ് ചെയ്യുക. പിന്നെ കുട്ടികൾ വരുമ്പോൾ അത് വേറൊരു ലോകമാവും. അപ്പോൾ നമുക്ക് ടൈം കിട്ടില്ല. നമ്മളിപ്പോൾ കളയുന്ന കുഞ്ഞു ഈഗോയുടെ പേരിലും ചെറിയ ചെറിയ വഴക്കുകളൊക്കെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നുണ്ടെങ്കിൽ നഷ്ടപ്പെടുക നമുക്ക് മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ജീവിതം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചൊരിക്കലും കിട്ടില്ല. ഈ ഭംഗിയുള്ള ആരോഗ്യമുള്ള എനർജിയുള്ള കാലം നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക.